വിയന്നയിലെ സെൻറ്റ് സ്റ്റീഫൻസ് സ്ക്വയറിൻ്റെ മുമ്പിൽ, അതായത് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ മുമ്പിൽ നടക്കുന്ന ഈ അസാധാരണമായ ക്രിസ്മസ് മാർക്കറ്റിലെ ചില രംഗങ്ങൾ കാണുവാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ ഒന്നാമത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ മധ്യം, വിയന്നയുടെ ഹൃദയഭാഗം, സെയിൻറ്റ് സ്റ്റീഫൻസ് സ്ക്വയർ സന്ദർശകരുടെ സങ്കേതം ആണ് ഇവിടം. സെയിൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രലിന്റെ തൊട്ടുമുമ്പിൽ ആയി മെട്രോ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ നമ്പർ 1 വഴി വന്നിറങ്ങാം. ഞങ്ങൾ എത്തിയപ്പോൾ കത്തീഡ്രലിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കായിരുന്നു അവിടെ ആൾത്തിരക്കം. കത്തീഡ്രലിന്റെ ഒരു സൈഡിലും പുറകിലും ആയി സംഘടിപ്പിച്ചിരിക്കുന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് തിരിഞ്ഞു ഞങ്ങൾ. വിവിധ കലകളുടെ ഒരു പ്രദർശനം എന്ന നിലയിലാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിനെ ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത്. തണുപ്പുള്ള ഒരു സായാഹ്നമായിരുന്നു അന്ന്. 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെയാണ് താപനില. ഈ കാലാവസ്ഥയിൽ മണിക്കൂറുകൾ ഈ മാർക്കറ്റിൽ ചെലവഴിക്കാൻ ശരീരത്തിന് കുറേയേറെ എനർജി വേണ്ടിവരും. അതുകൊണ്ട് ഭക്ഷണ ദാഹശമന പദാർത്ഥങ്ങളുടെ കുറവ് ഇവിടെ ഒട്ടും തന്നെ ഉണ്ടാകരുത്. ബാവും കൂഹൻ ഒരു പ്രത്യേകതരം മധുരപലഹാരമാണ്. മധുരമുള്ള ഈസ്റ്റ് മാവ് സിലിണ്ടർ ഷേപ്പിലുള്ള തടിയിൽ ചുറ്റി 170 ഡിഗ്രി ഹോട്ട് എയറിൽ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രത്യേകതരം പലഹാരമാണിത്. Merry Christmas and Happy New Year. Feliz Navidad. Buon Natale. Joyeux Noël.
ഗ്ലൂ വൈൻ എന്ന് ജർമ്മൻ ഭാഷയിൽ വിളിക്കപ്പെടുന്ന മൾഡ് വൈൻ ആണ് എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളിലും കുടിക്കാൻ സുലഭമായി കിട്ടുന്നത്. വൈൻ പലതരം സ്പൈസസ് ചേർത്ത് 73 വരെ ചൂടാക്കി കൊടുക്കുമ്പോഴാണ് വൈൻ മൾഡ് വൈൻ ആകുന്നത്. ഗ്ലൂ വൈൻ ഇഷ്ടം പോലെ ഇല്ലാത്ത ക്രിസ്മസ് മാർക്കറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അവിടെ ചെന്നാൽ ഗ്ലൂ വൈൻ കുടിക്കാത്തവരും കാണില്ല. തണുപ്പിന്റെ കെടുതികൾക്ക് ഒരു ശമനം വരുത്തുവാൻ ഈ ഗ്ലൂ വൈൻ കുടിക്കുന്നത് വളരെയേറെ സഹായിക്കും. ഈ ചുവന്ന കപ്പുകൾ കണ്ടോ? ഒരു കപ്പ് ഗ്ലൂ വൈൻ ഓർഡർ ചെയ്യുമ്പോൾ ആ കപ്പിന്റെ വില കൂടി നാം കൊടുക്കണം. എന്നിട്ട് കപ്പ് തിരികെ കൊടുക്കുമ്പോൾ കപ്പിന്റെ വില തിരികെ കിട്ടും.